ഈ സിനിമയിൽ ഈ കാണപ്പെടുന്ന കഥാപാത്രം ഡബിൾ റോളാണ് ചെയ്തിരിക്കുന്നത്. ഒരുത്തന്റെ പേര് വിജയ്, ഒരുത്തന്റെ പേര് പ്രഭു. പ്രഭു പ്രഭു അല്ലടാ, പ്രഭു. പ്രഭു ഒരു ദിവസം നമ്മുടെ പ്രഭു സൂപ്പർ ഹിറ്റ് ഗാനമായ പണ്ടാര പിണ്ടാര രാജൻ എന്ന് പറയുന്ന പാട്ട് പാടി നടക്കുമ്പോഴാണ് ഇവനെ മറ്റവൻ വന്ന് കാറിട്ട് ഇടിക്കുന്നത്. കളിയാക്കാനൊന്നുമില്ല ഗായ്സ്, ഈ കണ്ടാര പിണ്ടാര രാജൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഗാനം തന്നെയാണ്. കേക്കടോ അങ്ങനെ ഇയാള് കണ്ടാര പിണ്ടാര രാജനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ചെന്ന് അവന്റെ മുഖം ഉയർത്തി നോക്കുമ്പോൾ ഇയാളെ പോലെ തന്നെ മറ്റൊരു മനുഷ്യൻ. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഇയാളെ അവനെ തോളിലാക്കി എടുത്ത് വീട്ടിൽ കൊണ്ട് കിടത്തി. അതായത് ഈ പ്രഭുവിനെ പോലെ ഇരിക്കുന്നവന്റെ പേരാണ് വിജയ്. ഇവന്മാർ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ വിജയ് കുറച്ച് റിച്ച് ആണ്. ഇതേ സമയം മറ്റൊരിടത്ത് റെഡ് കളർ പാന്റും ഷർട്ടും ഒരു റെഡ് കളർ തൊപ്പിയൊക്കെ വെച്ചിട്ട് നടന്ന് സ്ലോ മോഷനിൽ വരുന്നതാണ് നമ്മുടെ ദേവ്ജി മരണത്തെ തോൽപ്പിച്ചവൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വിജയുടെ പണം മുഴുവൻ തട്ടിയെടുക്കാനായിട്ട് ദേവ്ജി വിടുന്നതാണ് ഈ പ്രഭുവിനെ. അവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ. ഇത് നമ്മുടെ മറ്റേ വെടിവെക്കുന്ന വീഡിയോ ഗെയിം അല്ലേ? ഒരു ദിവസം ഈ വിജയിനെ നാട്ടുകാർ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള റിയാസ് അണ്ണൻ വരുന്നത്. റിസണ ഡോറും ചവിട്ടി തുറന്നപ്പോൾ അവന്മാർ പറക്കുന്ന പറക്കല് കണ്ടില്ലേ? ഇവന്മാർ ഹൈഡ്രജൻ ആണോ ശ്വസിക്കുന്നത്? കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. റിസണ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും ഇവന്മാർ അപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഗ്രാവിറ്റിക്കൊന്നും ഒരു വിലയില്ലടേ. യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ റിസണ്ണൻ ഈ സിനിമയിൽ ശത്രുക്കളെ ഇടിക്കുന്ന ഇടിയൊന്നും അവന്മാർക്ക് കൊള്ളുന്നില്ല. റിയാസ് അണ്ണൻ്റെ കൈ വീശുമ്പോൾ ഉണ്ടാകുന്ന കാറ്റടിച്ചാണ് അവന്മാർ വീഴുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ കാണാൻ പോകുന്നതാണ് റിയാസ് അണ്ണൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം ഓടി വന്ന് കൈനീട്ടി ചാടിയടി. ദൈവം സഹായിച്ചൊരു ഒറ്റ അടി ശത്രുവിന്റെ ദേഹത്ത് കൊള്ളില്ല. കൈയൊക്കെ നീട്ടി പൊങ്ങി ചാടുന്നുണ്ട്, പക്ഷേ ഗുണ്ട നിൽക്കുന്ന 1 കിലോമീറ്റർ അപ്പുറത്താണ്. അവന്റെ ദേഹത്ത് പോലും തട്ടുന്നില്ല, പക്ഷെ അവൻ വീണ് കൊടുക്കുന്നുണ്ട്. അല്ല, പതിവ് പോലെ ഇങ്ങനെ ഒരു ഇടിയും അവന്മാർക്കിട്ട് കൊള്ളുന്നില്ല, പക്ഷെ അവന്മാർ തെറിച്ചൊക്കെ വീഴുന്നുണ്ട്. സഹാരണമുള്ള ഗുണ്ട. അവസാനം റിസണ്ണ അവന്മാരെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അവന്മാർ 3 പേരും കൂടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റിസണ്ണൻ ജസ്റ്റ് ഒന്ന് കഴുത്തൊന്ന് കൊടയും. ഈ കൊടച്ചില്ല അവന്മാർ തെറിച്ച് പോവാണ്. എന്നിട്ട് സ്ലോ മോഷൻ നടന്നു വന്നൊരു പഞ്ച് ഡയലോഗും. അതിന് അണ്ണൻ പറഞ്ഞിട്ട് വേണമല്ലോ അറിയേ. എടാ, ഫോളോ ചെയ്ത് വന്ന ഗുണ്ടകളെയല്ലേ താൻ എടുത്തിട്ട് ഇടിച്ചത്, എന്നിട്ട് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ? റിസണ്ണന് ജലദോഷം പിടിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത സിനിമയാണിതെന്ന് തോന്നുന്നു. പക്ഷേ റിസണ്ണന് ഇങ്ങനെയൊക്കെയാണെങ്കിലും കാമുകിയൊക്കെ ഉണ്ട്. റിസണ്ണന്റെ കാമുകിയാണ് ഈ ഇരിക്കുന്നത്. എന്നെ അവിടെ ഇരി, ഇവിടെ നിക്ക്, ഇപ്പ വരാം, നാളെ വരാം എന്നൊക്കെ പറഞ്ഞു പറ്റിക്കുന്നു. കഴുത്തിപ്പോ ഒളുക്കോലോ ചേച്ചി, കണ്ടിട്ട് എന്നെ വേദനയാവുന്നു. എന്ത് സ്ട്രെയിൻ എടുത്തിട്ടാണ് ഒരു ഡയലോഗ് പറയുന്നേ? എന്നെ അവിടെ ഇരി, ഇവിടെ നിക്ക്, ഇപ്പ വരാം, നാളെ വരാം എന്നൊക്കെ പറഞ്ഞു പറ്റിക്കുന്നു. ചേച്ചിയുടെ ആരോഗ്യം മുഴുവൻ അതിൽ പ്രയോഗിക്കുന്നുണ്ട്. ആ ഫ്ലവർ വൈസ് കിടന്ന് കുലുങ്ങുന്നത് കണ്ടില്ലേ? ഒരു ദിവസം വിജയിനെ കാണാനായിട്ട് അദ്ദേഹത്തിന് ഫ്രണ്ടായിട്ടുള്ള മധുപാൽ വീട്ടിൽ വരും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ വിജയ് മധുപാലിനെ എടുത്തിട്ട് ഇടിക്കും. അപ്പോൾ മധുപാലിന് എന്തോ ഡൗട്ട് തോന്നും. വിജയ് തന്നെ ഇടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മധുപാൽ ഒരു കാര്യം ചെയ്യും, പൊക്കി നോക്കും. പൊക്കി നോക്കുമ്പോൾ ക്ലീൻ ഷേവ് കാല് കാണും. വിജയ്ക്ക് ക്ലീൻ ഷേവ് കാലില്ലെന്ന് മനസ്സിലാക്കിയ മധുപാല് ഇത് വിജയല്ല വേറെ ഏതോ ഒരുത്തനാണെന്ന് തിരിച്ചറിയും. ഇത് പ്രഭു ആണെന്ന് തിരിച്ചറിയും. അപ്പോഴാണ് വിജയനെ കാണാൻ റിസണ്ണ അവിടെ എത്തുന്നത്. റിസണ്ണ വന്ന് പൊക്കി നോക്കി സ്വിച്ച് ഇടും. എന്തൊക്കെ ടെക്നോളജിയാണാവോ? റിസണ്ണനും ഡൗട്ടാവും വിജയ് തന്നെയാണോ എന്ന്. റിസണ്ണൻ ഇവന് നേരെ തോക്കി ചൂണ്ടിക്കും, അവനും റിസണ്ണന് നേരെ തോക്കി ചൂണ്ടും. പിന്നെ അവിടെ കിടന്നിച്ച് റിസണ്ണനെ ചവിട്ടി കൂട്ടി ഇവൻ സ്വിമ്മിംഗ് പൂളിൽ എടുത്തിടും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ല റിസണ്ണൻ, വയറ് പൊട്ടിയ തവളയെ പോലെ. പക്ഷെ നമുക്ക് തെറ്റി, റിസണ്ണൻ മരിക്കുന്നില്ല. റിസണ്ണൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വന്നു. അവിടെ നിന്ന് സ്കൂട്ടാവും. നമുക്കറിയാം ഈ പ്രഭുവിനെ ഇങ്ങോട്ട് വിട്ടത് തന്നെ ദേവ്ജിയാണ്, വിജയുടെ പൈസ തട്ടിയെടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ പൈസ കണ്ടപ്പോൾ പ്രഭു സ്വന്തം കാര്യം മാത്രം നോക്കി ദേവ്ജിയെ മറന്നു. ദേവ്ജിക്ക് അത് ഇഷ്ടമാവില്ല. ദേവ്ജി ഇത് ചോദിക്കാൻ ചെല്ലും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാലോ. സ്വാഭാവികം. ഇന്നത്തെ കാലത്ത് എക്സ്പെക്ടേഷൻ വെച്ച് കാണാവുന്ന ഒരേ ഒരു സിനിമ ദേവ്ജിയുടെ സിനിമകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. കാരണം ദേവ്ജി മരിക്കാൻ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും.
പിന്നെ ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടാര പിണ്ടാര രാജ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടർലാൻഡിൽ വർണ്ണമാക്കി പ്രഭുവായി. നല്ല പാട്ടാണ് ഗായ്സ്. ഇതൊന്നും മുഴുവൻ പ്ലേ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ കോപ്പിറൈറ്റ് വന്ന് പണ്ടാരടങ്ങും. പണ്ടാരടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടാര പിണ്ടാര രാജൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വണ്ടർലാൻഡിൽ വർണ്ണമാക്കി പ്രഭുവായി അതും കിട്ടും. ഗായ്സ് ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ഇവളാണ് നമ്മുടെ വിജയുടെ കാമുകിയായിരുന്നത്. കൂട്ടുകാർക്ക് വരെ മനസ്സിലായി അവൻ വിജയല്ല പ്രഭുവാണെന്ന്. പക്ഷെ ഇവക്ക് മാത്രം അവസാനം വരെയും മനസ്സിലാവുന്നില്ല. പക്ഷേ അവൻ ഇവളെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ റസണ്ണൻ ചാടിക്കേറി തന്നെ മാസ്റ്റർ പീസ് ആയിട്ട് വരും. കൈ നീട്ടി ചാടിയടി. പതിവ് പോലെ തന്നെ ആരുടെ ദേഹത്ത് സ്പർശിക്കാണ്ട് 0 ഫ്രിക്ഷനിൽ ആ അടിയും കടന്നുപോയി. അവസാനം അവനെ കൊല്ലാൻ വേണ്ടി റീസണ്ണന് ഒരു തോക്കെടുത്ത് വെടിവെക്കേണ്ടി വന്നു. ഇവൻ തോക്ക് കൊണ്ട് വെടികൊണ്ട് താഴെ വീണ് മരിക്കുന്നത് കണ്ട് വിജയുടെ കാമുകി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ഗായ്സ് ചത്തത് ഇവളുടെ കാമുകനല്ല, ഇവളുടെ കാമുകനെ കൊന്നിട്ട് ആ സ്ഥാനത്ത് കയ്യേറിയ അവനെ പോലെ ഇരിക്കുന്നവനാണ്. പിന്നെ എന്തിനാണ് ഇവളെ കരയുന്നതെന്ന് ചോദിച്ചാൽ എന്തായാലും ഇതൊരു ക്രൂവൽറ്റി ഫ്രീ സിനിമയാണ്. കാരണം റസണ്ണ അടിച്ച ഒരൊറ്റ അടിയും മറ്റൊരാളുടെ ദേഹത്ത് കൊണ്ടിട്ടില്ല.